بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديلي رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആദം പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഗൗസുൽ ആദം തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഗ്രന്ഥമാണ് സിറുൽ അസ്റാർ. ഈ സിറുൽ അസ്റാറിന്റെ 6-ാം അധ്യായം വിവരിക്കുന്നത് അൽ ഫസ്ലു സാദിസ് ഫീ ബയാനി അഹ്ലി തസവ്വുഫ്. തസവ്വുഫിന്റെ അഹ്ലിനെ കുറിച്ചാണ്. തസവ്വുഫിന്റെ ആളുകൾ എന്താണ് തസവ്വുഫ്, അതിനെക്കുറിച്ചാണ് 6-ാം അധ്യായം വിവരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞ തസവ്വുഫിന്റെ അർത്ഥം വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വലം യുസമ്മ അഹ്ലു തസവ്വുഫ് ഇല്ലാ ലിതസ്ഫിയതി ബാത്തിനിഹിം ബിനൂരിൽ മഅരിഫത്തി വത്തൗഹീദ്. എന്തുകൊണ്ടാണ് തസവ്വുഫിന്റെ ആളുകൾക്ക് ആ പേര് ലഭിക്കാൻ കാരണം? ഒരു കാരണം ലിതസ്ഫിയതി ബാത്തിനിഹിം ബിനൂരിൽ മഅരിഫത്തി വത്തൗഹീദ്. അവരുടെ ഉൾഭാഗം തൗഹീദിന്റെയും മഅരിഫത്തിന്റെയും പ്രകാശം കൊണ്ട് സ്ഫുടം ചെയ്യുന്നു, വൃത്തിയാക്കുന്നു. അതിൻ്റെ പേരിലാണ്. അതാണ് ഒരു കാരണം. ഔ ലി അന്നഹും ഇൻതസബൂ ലി അസ്ഹാബിസ് സുഫ്ഫ. അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ വിശുദ്ധമായ അൽ മദീനത്തുൽ മുനവ്വറയിൽ ജീവിച്ച മഹാന്മാരായ ഫുഖറാക്കളായ സ്വഹാബാക്കൾ, അവരാണല്ലോ അസ്ഹാബു സുഫ്ഫ. അവരിലേക്ക് ചേർത്തിയാണ് ആ പേര് വന്നത്, അഹ്ലു തസവ്വുഫ് എന്ന പേര് വന്നത്. ഔ ലിലബ്സിഹിം അസ്സൂഫ. അല്ലെങ്കിൽ അവര് സൂഫ് അഥവാ കോട്ടൺ വസ്ത്രം, പരുത്തി വസ്ത്രം ധരിച്ചതിന്റെ പേരിലാണ്. പരുപരുത്ത വസ്ത്രം, അതാണ് സൂഫികളുടെ ചിഹ്നം. അങ്ങനെ ധരിച്ചതിന്റെ പേരിലാണ് അവർക്ക് അഹ്ലു തസവ്വുഫ് എന്ന് പേര് വന്നത്. അല്ല, അഹ്ലു സുഫ അവരിലേക്ക് ചേർത്തിയാണ് ആ പേര് വന്നത്. അതുമല്ല, അവരുടെ ഹൃദയം തൗഹീദിന്റെയും മഅരിഫത്തിന്റെയും പ്രകാശം കൊണ്ട് ശുദ്ധിയാക്കുന്നവരാണ് എന്ന അർത്ഥത്തിലാണ് അവർക്ക് ആ പേര് വന്നത്. ഈ 3 അർത്ഥത്തിലും ഇതല്ലാത്ത ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ മറ്റു കിതാബുകൾ വിശദീകരിച്ച എല്ലാ അർത്ഥത്തിലും
തസവുഫിന് അർത്ഥം വെക്കാവുന്നതാണ്. ഫലഫ്ളു തസവുഫി അർബഅത്തു അഹ്റുഫിൻ. ഔസുല്ലാ തങ്ങൾ പാപ്പ പറയുകയാണ്, സിറുൽ അസ്റാറിന്റെ 77-ാമത്തെ പേജ്. തസവുഫ് എന്ന ലഫ്ള്, ആ പദം, അർബഅത്തു അഹ്റുഫിൻ, 4 അക്ഷരങ്ങളാകുന്നു. അത്താഉ വസ്വാദു വൽ വാവു വൽ ഫാഉ. ഒന്നാമത്തെ അക്ഷരം താ ആണ്, രണ്ടാമത്തത് സ്വാദ്, പിന്നെ വാവ്, പിന്നീട് ഫാ. ഇങ്ങനെ 4 അക്ഷരങ്ങളാണ്. ഈ 4 അക്ഷരങ്ങളും 4 വലിയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഫത്താഉ മിനത് തൗബ. തസവുഫിലെ താ സൂചിപ്പിക്കുന്നത് തൗബയെ ആകുന്നു. വഹിയ അലാ വജ്ഹൈൻ. തൗബ തന്നെ 2 വിധമുണ്ട്. ഒന്ന് തൗബത്തുൽ ലാഹിർ, ബാഹ്യ തൗബ, വതൗബത്തുൽ ബാത്തിൻ, ആന്തരിക തൗബ എന്നിങ്ങനെ തൗബ തന്നെ 2 വിധമാണ്. തൗബത്തുൽ ലാഹിർ, അപ്പോൾ എന്താണ് ബാഹ്യമായ തൗബ എന്ന് പറയുന്നത്? അയ്യർജിഅ ബിജമീഇ അഅ്ളാഇഹിൽ ലാഹിറ മിനദ്ദുനൂബി വദ്ദമായിം. ഒരു മനുഷ്യൻ അവന്റെ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകളിൽ നിന്ന് അവൻ മടങ്ങലാണ്. ഇല ത്വാഅത്തി, ത്വാഅത്തിലേക്ക് മടങ്ങലാണ്. അഥവാ തെറ്റുകൾ ഒഴിവാക്കി ശരിയിലേക്ക്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലേക്ക് ചെയ്യുന്നതിലേക്ക് മടങ്ങലാണ്. വമിനൽ മുഖാലഫാത്തി ഇലൽ മുവാഫഖാത്തി ഖൗലൻ വഫിഅല. അള്ളാഹുവിനോട് വാക്കാലും പ്രവൃത്തിയാലും എതിരാകുന്ന കാര്യങ്ങളെ ഒഴിവാക്കി അള്ളാഹുവിനോട് വാക്കിലും പ്രവൃത്തിയിലും യോജിക്കുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങലാണ് ലാഹിറൻ തൗബ എന്ന് പറയുന്നത്. തെറ്റുകുറ്റങ്ങൾ ഒഴിവായി അള്ളാഹുവിന് അനുസരണയിലേക്ക് മടങ്ങലാണ് ലാഹിറൻ തൗബ എന്ന് പറയുന്നത്. എന്നാൽ വതൗബത്തുൽ ബാത്തിൻ, ബാത്തിനിയായ തൗബ. എന്താണ് ബാത്തിനിയായ തൗബ? അയ്യർജിഅ ബിജമീഇ അത്വാരിൽ ബാത്തിനി അനിൽ മുഖാലഫാത്തിൽ ബാത്തിന ഇലൽ മുവാഫഖാത്തി ബിതസ്ഫിയത്തിൽ ഖൽബ്. ഹൃദയം ഉടൻ ചെയ്യൽ കൊണ്ട്, ഹൃദയം ശുദ്ധീകരിക്കലിലൂടെ അള്ളാഹുവിനോട് എതിരാകുന്ന, ആന്തരികമായി അള്ളാഹുവിനോട് എതിരാകുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ആന്തരികമായി അള്ളാഹുവിനോട് യോജിക്കുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങലാണ്. وإذا حصل تبديل الذميمة إلى الحميدة فقد تم مقام الطاعة. ഒരാൾ മോശം വിശേഷണങ്ങളെയെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി, അത് ബാഹ്യമായും ഒഴിവാക്കി നല്ല വിശേഷണങ്ങളിലേക്ക് മടങ്ങിയാൽ, ബാഹ്യമായും ആന്തരികമായും നല്ല രീതിയിലായാൽ ഫഖദ് തമ്മ മഖാമു താഇ, താഇന്റെ മഖാമു പൂർത്തിയായി. വയസമ്മൂനഹു താഇബ, ആ മനുഷ്യനെ തൗബ ചെയ്യുന്ന ആൾ, പാശ്ചാത്തപിക്കുന്ന ആൾ എന്ന് അവർ പേരിട്ടിരിക്കുന്നു. അപ്പൊ തസവുഫിലെ 4 അക്ഷരങ്ങളും 4 മഖാമുകളാണ്. അതിൻ്റെ ആദ്യത്തെ മഖാമാണ്, ഏറ്റവും താഴെയുള്ള മഖാമാണ് മഖാമു തൗബ എന്ന് പറയുന്നത്, തൗബയുടെ മഖാം. വസ്വാദു, താഇന്റെ മുകളിലുള്ള മഖാമാണ് സ്വാദ്, തസവുഫിലെ 2ാമത്തെ അക്ഷരം. മിനസ് സഫായി, അത് സഫായിൽ നിന്ന് വന്നതാണ്. സഫാ എന്ന് പറയുന്നത് ശുദ്ധിയാവുക. വഹുവ അലാ നൗഐനി, അത് 2 വിധമാണ്. സഫാഉൽ ഖൽബി വസഫാഉ സിരി, ഖൽബിന്റെ ശുദ്ധി, രഹസ്യത്തിന്റെ ശുദ്ധി. ഖൽബിന്റെ ഉൾഭാഗമാണ് സിറ് എന്ന് പറയുന്നത്, അഥവാ ഉള്ളിൻ്റെ ഉള്ള് ശുദ്ധിയാവുക, ഉള്ളിൻ്റെ ഉള്ളും ശുദ്ധിയാവുക.
ഫസഫാഉൽ ഖൽബി, അപ്പോൾ ഖൽബിന്റെ ശുദ്ധീകരണം, ഖൽബ് തെളിഞ്ഞതാവുക, നിർമ്മലമാവുക എന്ന് പറയുന്നത് അയ്യുസഫി ഖൽബഹു മിനൽ ഖദിറാത്തിൽ ബശരിയ, ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നാണ്. മിസലുൽ അലാഖാത്തിൽ ലത്തി തഹ്സുലു ഫിൽ ഖൽബ്, ഹൃദയത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, മിൻ കസ്റത്തിൽ അക്ലി വശുർബി മിനൽ ഹലാലി, അമിത ഭോജനം, അമിത പാനം, ഇവ മൂലം ഉണ്ടാകുന്ന ബന്ധങ്ങൾ, അതിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. എപ്പോഴും ഒരുപാട് തിന്നണം, കുടിക്കണം, അങ്ങനെയുള്ളൊരു ചിന്ത, അതിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. കസ്റത്തിൽ കലാം, ധാരാളം സംസാരിക്കുക, ഇതൊക്കെ ഒരു നിലക്ക് ഹലാലാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ ഹൃദയത്തിൽ കലർപ്പ് ഉണ്ടാക്കുന്നതാണ്. അതിൽ നിന്ന് ശുദ്ധീകരിക്കുക. വകസ്റത്തിന്നൗം വകസ്റത്തിൽ മുലാഹളാത്തി ദുന്യവിയ വനഹ്വി ദാലിക മിനൽ മനാഹി അന്നഫ്സാനിയ, അഥവാ സാധാരണഗതിയിൽ ഹലാലാണെങ്കിലും അത് കൂടുമ്പോൾ ഹൃദയത്തിന് കാഠിന്യം വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഹൃദയം ശുദ്ധിയായി കൊണ്ടുവരിക, അതാണ് സഫാഉൽ ഖൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വതസ്ഫിയത്തുൽ ഖൽബി മിൻ ഹാദിഹിൽ കദിറാത്ത്, ഹൃദയം ശുദ്ധീകരിക്കൽ, മിൻ ഹാദിഹിൽ കദിറാത്ത്, ഈ മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ലാ തഹ്സുലു ഇല്ലാ ബിമുലാസമതി ദിക്രില്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്ർ മുറുകെ പിടിക്കൽ കൊണ്ടല്ലാതെ അതുണ്ടാവുകയില്ല. ബിത്തൽഖീനി ജഹ്റൻ ഫിൽ ഇബ്തിദാഇ, തുടക്കത്തിൽ പരസ്യമായി തന്നെ തെൽഖീൻ കൊണ്ട് അത് സാധിക്കുകയുള്ളൂ. അഥവാ തെൽഖീൻ എന്ന് പറയുന്നത് ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ കണ്ട് ദിക്ർ സ്വീകരിക്കുക എന്നാണ്. അതാണ് തെൽഖീൻ, ദിക്ർ ഇട്ട് തരിക. അവരിൽ നിന്ന് ദിക്ർ സ്വീകരിച്ച് ആ ദിക്റിലായി ദായിമാവുക. അതാണല്ലോ മുലാസമത്ത് ദിക്റില്ല, അള്ളാഹുവിന്റെ ദിക്റിനെ മുറുകെ പിടിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഹൃദയ ശുദ്ധീകരണം സാധ്യമാകുന്നത്. നമ്മളൊക്കെ ജാതിയേരി ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ മുരീദുമാരാണ്. പരിശുദ്ധമായ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റാണ് ഉപ്പാപ്പയിൽ നിന്ന് നാം സ്വീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉപ്പാപ്പയുടെ പൊരുത്തത്തിലായി ഈ വഴിയിൽ ഉറപ്പിച്ചു നിർത്തി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇതുവരെ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ ഉപ്പാപ്പയുമായി, ജാതിയേരി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇലാ അയ്യബ്ലുഗ മഖാമൽ ഹഖീഖ, അഥവാ ഹൃദയ ശുദ്ധീകരണം അള്ളാഹുവിന്റെ ദിക്ർ മുറുകെ പിടിച്ച് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ ദിക്റിനെ മുറുകെ പിടിച്ച് ഹൃദയം ശുദ്ധീകരിച്ചാൽ അവൻ ഹഖീഖത്തിന്റെ മഖാമ് എത്തിക്കുന്നതാണ്. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഇദാ ദുകിറല്ലാഹ്, അല്ലാഹു എന്ന് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പിടക്കുന്നതാകുന്നു. അഥവാ ഐ ഖശിയത്ത് ഖുലൂബുഹും, ആ ഒരു മഖാം എന്ന് പറയുന്നത് ഹഖീഖത്തിന്റെ മഖാമാണ്. ഹഖീഖത്തിന്റെ മഖാമിൽ എത്തിയ ഉന്നതന്മാരായ മശായിഖന്മാർക്കാണ് അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പിടക്കുന്നത്. അല്ലാത്തവർക്ക് അതൊരു ഒച്ച മാത്രമായിരിക്കുന്നതാണ്. വൽ ഖശിയതു ലാ തകൂനു ഇല്ലാ ബഅദ ഇന്തിബാഹിൽ ഖൽബി മിൻ നൗമിൽ ഗഫ്ല വതസ്ഖീലി, അല്ലാഹുവിനോടുള്ള ഭയം എന്ന് പറയുന്നത്
അശ്രദ്ധയാകുന്ന ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലല്ലാതെ ഉണ്ടാവുകയില്ല. ഒതസ്ഖീലിഹി, ഹൃദയം അത് കണ്ണാടി പോലെ തിളങ്ങാതെ ഭയം, അള്ളാഹുവിനോടുള്ള ഖശ്യത്ത് ഉണ്ടാവുകയില്ല. ഫയുൻഖശു ഫീഹി സുവറുൽ ഗൈബി മിനൽ ഖൈരി വശർ, അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടായാൽ, അഥവാ ഹഖീഖത്തിന്റെ മഖാമിലെത്തിയാൽ, ഗൈബിയായ ലോകത്തുള്ള ഓരോ ചിത്രങ്ങളും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെടുന്നതാണ്. അത് ഖൈറും വരും ശർറും വരും. കമാ വറദ അൽ ആലിമു യുൻഖശു വൽ ആരിഫു യുസ്ഖലു. ആലിം, അള്ളാഹുവിനെ കൊണ്ടുള്ള ആലിം, അള്ളാഹുവിനെ അറിഞ്ഞ ആളുടെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെടുന്നതാണ്. അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും സാധ്യമാം വിധം, തന്നെ കൊണ്ട് സാധ്യമാം വിധം അറിഞ്ഞ ആരിഫ് യുസ്ഖലു, അവരുടെ ഹൃദയം കണ്ണാടി പോലെ ലംഘുന്നതാണ്. തസവ്വുഫിലെ സ്വാദിന്റെ വിശദീകരണമാണ്. അത് തന്നെ രണ്ട് വിധമാണ്. സഫാഉൽ ഖൽബ്, അതാണ് ഒന്നാമത്തെ ഭാഗം, അതാണ് നാം പറഞ്ഞത്. അതിൻ്റെ രണ്ടാം ഭാഗം വസഫാഉ സിർറ്, ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ള് ശുദ്ധിയാക്കുക എന്നാണ്. അത് അൽ ഇജ്തിനാബു അൻ മുലാഹദത്തി മാ സിവല്ലാഹി തആല വ മഹബ്ബതിഹി, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം ഒഴിവാക്കി അല്ലാഹു എന്ന ചിന്തയിൽ മാത്രം ഇരിക്കലാണ് സിറിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അതെല്ലാം ഉന്നതന്മാരായ മശായിഖന്മാരുടെ മഖാമാണ്. വഇദാ ഹസലത്ത് ഹാദിഹി തസ്ഫിയ ഫഖദ് തമ്മ മഖാമുസ് സ്വാദി, ഇങ്ങനെ ഈ തസ്ഫിയത്ത് സാധ്യമായാൽ, തസ്ഫിയത്തുൽ ഖൽബും തസ്ഫിയത്തു സിറും, രണ്ട് രീതിയിലുള്ള ശുദ്ധീകരണവും സാധ്യമായാൽ ഫഖദ് തമ്മ മഖാമുസ് സ്വാദി, രണ്ടാമത്തെ മഖാമായ സ്വാദിന്റെ മഖാമ് പൂർത്തിയായി. ഒന്നാമത്തെ മഖാം മഖാമുത് തൗബ, അതിനു മുകളിലാണ് തസവ്വുഫിലെ രണ്ടാമത്തെ അക്ഷരമായ സ്വാദ് അഥവാ മഖാമുസ് സ്വാദ്, സ്വാദിന്റെ മഖാം. സ്വാദ്, മലയാളത്തിൽ സ്വാദ് എന്ന് പറയുന്നത് രുചിക്കുക. സത്യത്തിൽ ഇതും ഒരു രുചിയാണ്, അഭിരുചിയാണ്. ഇതെല്ലാം പഞ്ചസാര നല്ല മധുരമുണ്ട് എന്ന് ഇതുവരെ പഞ്ചസാര രുചിക്കാത്തവനോട് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിൽ ഓർക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ. ആ ഒരു ചിത്രമാണ് നമുക്കെല്ലാം ഈ അഭിരുചിയെപ്പറ്റി നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം. ഇതെല്ലാം രുചിച്ചവരായ ഉന്നതന്മാരായ മശായിഖുമാർ, അവർ അത് അനുഭവിച്ചറിഞ്ഞവരാണ്. അത് വേറൊരു രുചി തന്നെയാണ്. വൽ വാവു മിനൽ വിലായ, തസവ്വുഫിലെ വാവ് മിനൽ വിലായ, അത് വിലായത്തിൽ നിന്നാണ് വന്നത്. തതറത്തബു അല തസ്ഫിയ, അത് രണ്ടാമത്തെ മഖാമായ തസ്ഫിയത്തിനെ തുടർന്ന് വരുന്നതാണ്. അഥവാ ഹൃദയ ശുദ്ധീകരണത്തെ തുടർന്നാണ് വിലായത്തിന്റെ മഖാമിലേക്ക്, മൂന്നാമത്തെ മഖാമിലേക്ക് എത്തിച്ചേരുന്നത്. കമാ ഖാല അല്ലാഹു തആല അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്ത് യൂനുസ് 62-ാമത്തെ ആയത്ത്. അറിയുക, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാഇന് ഭയമില്ല, ദുഃഖമില്ല. വനതീജത്തുൽ വിലായത്തി അയ്യതഖല്ലഖ ബിഅഖ്ലാഖില്ലാഹി തആല. സത്യത്തിൽ ഈ വിലായത്തിന്റെ മഖാം എന്ന് പറയുന്നതിന് മുമ്പ് മഖാമുത് തൗബയും മഖാമുത് തസ്ഫിയത്തും രണ്ടും കടന്നാലാണ് വിലായത്തിന്റെ മഖാം എന്ന ഈ സ്ഥാനത്തേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഒരാൾ എത്തിച്ചേർന്നാൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ നതീജ, ഫലം എന്ന് പറയുന്നത് അയ്യതഖല്ലഖ ബിഅഖ്ലാഖില്ലാഹി തആല,
ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സ്വഭാവം കൊണ്ട് സ്വഭാവം സിദ്ധിക്കും. അഥവാ അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളായിരിക്കും ആ മനുഷ്യന്റെ സ്വഭാവം. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങൾ കൊണ്ട് സ്വഭാവം സിദ്ധിക്കുക, അള്ളാഹുവിൻ്റെ സ്വഭാവം സ്വീകരിക്കുക. ഇത്തസിഫൂ ബിസിഫാത്തില്ലാഹി തആല, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഗുണങ്ങൾ കൊണ്ട് വിശേഷണം സിദ്ധിക്കുക. ഫതുലബ്ബസു ഖിലഉ സിഫാത്തില്ലാഹി ബഅദ ഖൽഉ സിഫാത്തിൽ ബശരിയ്യ. പറയാനെല്ലാം എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. പക്ഷെ ഇതൊക്കെ ഉന്നതന്മാരായ മശായഖന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഫതുലബ്ബസു, അപ്പോൾ ധരിപ്പിക്കപ്പെടുന്നതാണ്, ഖിലഉ സിഫാത്തില്ല, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളാകുന്ന ആ വസ്ത്രങ്ങളെ, ബഅദ ഖൽഉ സിഫാത്തിൽ ബശരിയ്യ, മനുഷ്യന്റെ ഗുണങ്ങളാകുന്ന ആ വസ്ത്രങ്ങൾ അഴിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ ഗുണങ്ങളായ വസ്ത്രങ്ങളെ ആ മനുഷ്യന് ധരിപ്പിക്കപ്പെടുന്നതാണ്. അല്ലാഹു തആല ഫിൽ ഹദീസിൽ ഖുദ്സി, അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത്, ഇദാ അഹ്ബബ്തു അബ്ദാ, ഞാൻ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, കുൻതു ലഹു സമഅൻ വ ബസറൻ വ യദൻ വ ലിസാന, ഞാൻ ആ മനുഷ്യന്റെ കാതും കണ്ണും കയ്യും നാവും ആകുന്നതാണ്. ഫബീ യസ്മഅ, എന്നെ കൊണ്ടാണ് ആ മനുഷ്യൻ കേൾക്കുന്നത്. വബീ യുബ്സിർ, എന്നെ കൊണ്ട് ആ മനുഷ്യൻ കാണുന്നത്. വബീ യബ്തിഷ്, എന്നെ കൊണ്ടാണ് ആ മനുഷ്യൻ പിടിക്കുന്നത്. വബീ യൻതിഖ്, എന്നെ കൊണ്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. വബീ യംശി, എന്നെ കൊണ്ടാണ് ആ മനുഷ്യൻ നടക്കുന്നത് എന്ന് ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞതുപോലെ ആ ഒരു മഖാമിലേക്ക് എത്തുക എന്ന് പറയുന്നത് വാവ് വിലായത്ത് എന്ന മഖാമിന്റെ ഫലമാകുന്നു. ഫതഹസ്സബൂ മിമ്മാ സിവല്ലാഹി തആല, അല്ലാഹു അല്ലാത്തതിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിവാകൂ, അല്ലാഹുവിനെ എടുത്തണിയൂ, അല്ലാഹുവിൻ്റെ ഗുണങ്ങൾ വിശേഷണങ്ങൾ കൊണ്ട് സ്വഭാവം സിദ്ധിക്കൂ. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അള്ളാഹുവിൻ്റെ ഗുണം, അള്ളാഹുവിൻ്റെ സിഫത്ത്, അള്ളാഹുവിൻ്റെ സ്വഭാവം ഒരു മനുഷ്യനിൽ വന്നാൽ ഹഖ് വന്നു, ബാത്തിൽ പോയി. ഹഖ് നിന്നു, ബാത്തിൽ നശിച്ചു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഫഹസല മഖാമുൽ വാവി, അങ്ങനെ ഈ മഖാമും കൂടി കഴിഞ്ഞാൽ മൂന്നാമത്തെ മഖാമ് അഥവാ മഖാമുൽ വാവ്, വാവ് ആകുന്ന മഖാമ് ആ മനുഷ്യൻ കരസ്ഥമാക്കിയിരിക്കുന്നു. സ്വാദ് വാവ് തസവ്വുഫ്, മൂന്നക്ഷരം പറഞ്ഞു. നാലാമത്തെ അക്ഷരം ഫാ. വൽ ഫാഉ വഹുവൽ ഫനാഉ ഫില്ലാഹ് യഅനി അൻ ഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്തതിനെയെല്ലാം വിട്ട് അല്ലാഹുവിൽ നശിക്കലാണ്, ഫനാ ആകലാണ്. ഫാ മഖാമ് കൊണ്ടുള്ള ഉദ്ദേശം, ഫാ കൊണ്ടുള്ള ഉദ്ദേശം. ഇദാ ഫനിയത്തി സിഫാത്തുൽ ബശരിയ്യ വഖയത്തി സിഫാത്തുൽ അഹദിയ്യ, മനുഷ്യന്റെ വിശേഷണങ്ങൾ നശിച്ചാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ആ മനുഷ്യനിൽ ശേഷിക്കുന്നതാണ്. വഹിയ, അതൊരിക്കലും നശിക്കുകയില്ല. വലാ തസൂലു, നീങ്ങുകയില്ല. ഫബഖിയൽ അബ്ദുൽ ഫാനി മഅ റബ്ബിൽ ബാഖി വമർളാതി, അപ്പോൾ അല്ലാഹുവിൽ ഫനാ ആയ അടിമ ശേഷിക്കുന്നതാണ്. മഅ റബ്ബിൽ ബാഖി, ബാഖിയായ എന്നെന്നും ബാക്കിയാകുന്ന ശേഷിക്കുന്ന റബ്ബോടുകൂടെ ഈ അല്ലാഹുവിൽ മരിച്ച അടിമ ശേഷിക്കുന്നതാണ്. വബഖിയ ഖൽബുൽ ഫാനി മഅ സിദിൽ ബാഖി വനളിരി,
ഖൽബുൽ ഫാനി, അല്ലാഹുവിൽ ഫനാ ആയ ഈ മനുഷ്യന്റെ ഹൃദയം അത് ശേഷിക്കുന്നതാണ്. മഅസിദിൽ ബാഖി വനദിരിഹി, അല്ലാഹുവിന്റെ സിറോട് കൂടി അല്ലാഹുവിന്റെ നോട്ടത്തോട് കൂടി ജീവിക്കുന്നതാണ്, ശേഷിക്കുന്നതാണ്. കമാ ഖാല അല്ലാഹു തആല കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു. സൂറത്തുൽ ഖസസിന്റെ അവസാനത്തെ ആയത്താണ്, 88ാമത്തെ ആയത്ത്. എല്ലാം നശിക്കും ഇല്ലാ വജ്ഹഹു, അല്ലാഹു അല്ലാതെ. അപ്പോ അല്ലാഹുവിൽ മരിക്കുക അപ്പോൾ അല്ലാഹുവിനെ കൊണ്ട് ഹയാത്താകുന്നതാണ്. ഫഇദാ തമ്മൽ ഫനാഉ ഫീഹി ഹസലൽ ബഖാഉ ഫീ അലമിൽ ഖുർബാ. അങ്ങനെ ഏറ്റവും ഉയർന്ന മഖാമായ ഫനാ മഖാമ് പൂർത്തിയായാൽ, അഥവാ ആദ്യം മഖാമു തൗബ, അതിന് മുകളിൽ മഖാമു തസ്ബിയ, അതിന് മുകളിൽ മഖാമുൽ വിലായ, അതിന് മുകളിൽ മഖാമുൽ ഫന. ഈ ഫന എന്ന മഖാം അത് പൂർത്തിയായാൽ ഹസലൽ ബഖാഉ, ബഖാ ഉണ്ടാകുന്നതാണ്. ഫി ആലമിൽ ഖുർബ, അത് ആലമുൽ ഖുർബയിലാണ്, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ലോകം. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞതുപോലെ സൂറത്തുൽ ഖമറിലെ അവസാനത്തെ ആയത്ത്, 55ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. ഫീ മഖഅദി സിദ്ഖിൻ, സിദ്ഖിന്റെ മഖാമിലാണ്. ഇൻദ മലീകിൻ മുഖ്തദിർ, എല്ലാം കണക്കാക്കുന്നവനായ, കഴിവുള്ളവനായ, ഖാദിറായ, മുഖ്തദിറായ റബ്ബിന്റെ, രാജാതിരാജനായ റബ്ബിന്റെ അടുത്ത് സിദ്ഖിന്റെ മഖാമിലാണ് ആ മനുഷ്യൻ ഇരിക്കുന്നത്. അപ്പൊ ഫനാ കഴിഞ്ഞാൽ അതിന്റെ ഫലമായി ബഖാ വരും. ബഖാ നടക്കുന്നത് അല്ലാഹുവിന്റെ ലിഖായിലാണ്. അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ അല്ലാഹുവിനെ കണ്ടുകൊണ്ടാണ് ആ മനുഷ്യൻ ബഖാ എന്ന മഖാമിലിരിക്കുന്നത്. വഹുവ മഖാമുൽ അംബിയാഇ വൽ ഔലിയാഇ ഫീ ആലമിൽ ലാഹൂത്ത്. ആലമുൽ ലാഹൂത്തിൽ അല്ലാഹുവിന്റെ അംബിയാഇന്റെയും ഔലിയാഇന്റെയും മഖാമാകുന്നു മഖഅദ് സിദ്ഖ്. അതാണ് അല്ലാഹു സൂറത്ത് തൗബയിൽ 119ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വകൂനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളോട് കൂടെയാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അഥവാ സിദ്ഖിന്റെ മഖാമിൽ ഇരിക്കുന്ന, അല്ലാഹുവിൽ ഫനാ ആയ, അതിനെ തുടർന്ന് ബഖാഇന്റെ മഖാമിലെത്തിയ, അതിനെ തുടർന്ന് അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉന്നതന്മാരായ അംബിയാഇന്റെയും ഔലിയാഇന്റെയും കൂടെയാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാകുന്നു. ഫഇദാ തമ്മൽ ഫനാഉ, അങ്ങനെ ഈ ഫനാ സമ്പൂർണമായാൽ, ബഖിയ സൂഫി മഅൽ ഹഖ് അബദാ. തസവ്വുഫിന്റെ ആളാണല്ലോ സൂഫി. സൂഫിയായ മനുഷ്യന് ശേഷിക്കുന്നതാണ് മഅൽ ഹഖ്, അല്ലാഹുവിനോടൊപ്പം അബദാ, കാലാകാലം. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്ഹാബുൽ ജന്നഹ് ഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗനിവാസികൾ അവർ ആ സ്വർഗത്തിൽ കാലാകാലം ശേഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഈ 4 മഖാമുകൾ. ഇതിന്റെ ഒരു ശറഹെന്നോണം കാണാം. ഖാലൽ ഖുശൈരി റളിയല്ലാഹു അൻഹു ഫി റിസാല, മഹാനായ ഇമാം ഖുശൈരി തങ്ങൾ അവിടുത്തെ റിസാലത്തുൽ ഖുശൈരിയിൽ പറഞ്ഞ ഒരു വചനം കൂടി നമുക്ക് ഇതിനോട് അനുബന്ധമായി പറയാം. ഖാല അബൂ സഈദ് അൽ ഖറാസ് റളിയല്ലാഹു അൻഹു, മഹാനായ ശൈഖ് അബൂ സഈദ് അൽ ഖറാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അറാദല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചാൽ, അല്ലാഹുവിന്റെ ഉദ്ദേശം, അല്ലാഹുവിന്റെ ഇറാദത്ത്, അല്ലാഹുവിന്റെ സെലക്ഷൻ, അത് വളരെ പ്രധാനമാണ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ അയ്യുവാലി അബ്ദൻ മിൻ അബീദിഹി, തന്റെ അടിമകളിൽ നിന്ന് ഒരു അടിമയോട് അടുക്കാൻ
ഒരടിമയെ സ്നേഹിക്കാൻ, അടിമയെ തന്നിലേക്ക് അടുപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഫതഹ അലൈഹി ബാബ ദിക്രിഹി, ആ മനുഷ്യന് ആദ്യമായി ദിക്റിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതാണ്. നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മെ അള്ളാഹു സുബ്ഹാനഹു തആല ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റിൽ എത്തിച്ചു എന്നത്. അപ്പൊ അള്ളാഹുവിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മിലേക്ക് അടുത്ത് വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദിക്റിന്റെ വാതിൽ തുറന്നു തന്നു. നമുക്ക് ദിക്റിന്റെ വാതിൽ തുറന്നു തന്നത് നമ്മുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയാണ്. അവസാന ശ്വാസം വരെ അള്ളാഹുവിനോട് ശുക്ർ ചെയ്താലും കടലിൽ ഒരു തുള്ളി പോലും ആവുകയില്ല. ഇത്രയും അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. ഈ ദിക്റിന്റെ വാതിൽ ഉപ്പാപ്പ നമുക്ക് തുറന്നു തന്നല്ലോ. അല്ലാഹുവേ നിലനിർത്തണേ. ഈ ദിക്റിലെത്താത്തവരൊക്കെ ഈ ദിക്റിലെത്തിക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യനോട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് ആദ്യം ദിക്റിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ദിക്റിൽ രസം സിദ്ധിച്ചാൽ ഫതഹ അലൈഹി ബാബൽ ഖുർബ്, നാം ഈ രണ്ടാമത്തെ മഖാമിലേക്ക് കടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ മൂന്നാമത്തെ മഖാമിൽ എത്താതിരിക്കാൻ കാരണം. അള്ളാഹുവിനോടുള്ള ഖുർബിന്റെ അടുപ്പത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതാണ്. അടുക്കാൻ എന്ത് ചെയ്യണം? ദിക്ർ രസം സിദ്ധിക്കണം. അതിന് ഒരുപാട് ദിക്ർ ചെയ്യണം. ഞാൻ എന്നോട് കൽപ്പിക്കുന്നു, ഓരോരുത്തരും ചെയ്താൽ നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ രസം കിട്ടുക. രസം കിട്ടി അത് രുചിച്ച് രസിച്ച് ദിക്ർ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുപ്പത്തിന്റെ വാതിൽ തുറന്നു തരിക. തുമ്മ റഫഅഹു ഇലാ മജാലിസിൽ ഉൻസ്, അങ്ങനെ അടുപ്പത്തിന്റെ വാതിൽ തുറന്നിട്ട് അള്ളാഹു ഉൻസിന്റെ മജ്ലിസുകളിലേക്ക് അടുപ്പിക്കുന്നതാണ് ഉൻസ്. അള്ളാഹുവുമായി നേരം പോകുന്ന മജ്ലിസാണ് ഉന്നതന്മാരായ മശായിഖന്മാരുടെ ഓരോ നിമിഷവും അള്ളാഹുവിനെ കൊണ്ടാണ് നേരം പോക്കുന്നത്. നമ്മൾ നാടന്മാർ, മനുഷ്യന്മാർ മൊബൈൽ കൊണ്ട് നേരം പോക്കുന്നു, അവർ അള്ളാഹുവിനെ കൊണ്ട് നേരം പോക്കുന്നു. അവരുടെ ടൈം പാസ് എന്ന് പറയുന്നത് അള്ളാഹു ആകുന്നു. അത് ഖുർബിന്റെ മഖാമിനും മുകളിലാകുന്നു. സുമ്മ അജ്ലസഹു അലാ കുർസി തൗഹീദ്, പിന്നീട് ആ മനുഷ്യനെ അള്ളാഹു തൗഹീദിന്റെ കസേരയിൽ ഇരുത്തുന്നു. അള്ളാഹു ആലം അതിന്റെ അർത്ഥം എന്താണെന്ന്. അള്ളാഹു ആ മനുഷ്യനെ തൗഹീദിന്റെ കസേരയിൽ ഇരുത്തുന്നു. സുമ്മ റഫഅൻഹുൽ ഹുജ്ബ, അള്ളാഹു ഒരു മനുഷ്യനെ തൗഹീദിന്റെ കസേരയിൽ ഇരുത്തിയതിന് ശേഷം അള്ളാഹുവും അടിമയും തമ്മിലുള്ള മറകളെ ഉയർത്തിക്കളയുന്നു, നീക്കുന്നു. അങ്ങനെ വാദ്ഖലഹു ദാറുൽ ഫർദാനിയ വീട്ടിൽ ആ മനുഷ്യനെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നു. ആ മനുഷ്യനെ ആ മഖാമിലേക്ക് ഉയർത്തുന്നു, അത് കാണിച്ചു കൊടുക്കുന്നു. അവിടേക്ക് ആ മനുഷ്യനെ ആത്മീയമായി എത്തിക്കുന്നു. അള്ളാഹു ആ മനുഷ്യന് ജലാലിയത്തും അളമത്തും വെളിപ്പെടുത്തി കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഗാംഭീര്യം, അള്ളാഹുവിന്റെ ജലാലിയത്ത്, അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ജലാലിയത്ത്, അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ഗാംഭീര്യം, ഇതിലേക്ക് ഒരു മനുഷ്യന്റെ ദൃഷ്ടി പതിഞ്ഞാൽ, ആ ഒരു മഖാമിലെത്തിയാൽ ബഖിയ ബിലാ ഹവ, പിന്നീട് അവന് ആഗ്രഹമില്ല. വേറെ റിപ്പോർട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബിലാഹുവ, പിന്നീട് ആ മനുഷ്യൻ തന്നെ ഇല്ല, പിന്നീട് അയാൾ ഉണ്ടാവുകയില്ല, അള്ളാഹു മാത്രമാണ് ഉണ്ടാവുക. ആ മനുഷ്യൻ അള്ളാഹുവിൽ ഫനാകുന്നതാണ്. ഫനായിന്റെ മറ്റൊരു രൂപമാണ് പാപ്പ വിശദീകരിച്ചത്. അങ്ങനെ അള്ളാഹുവിന്റെ ഹിഫ്ളിലായി ശേഷിക്കുന്നതാണ്. സ്വന്തമായി ഒരു കഴിവുമില്ല എന്ന 100% ആ മനുഷ്യന് ബോധ്യപ്പെടുന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അവരുടെ പരിപൂർണമായ സ്നേഹത്തിന്റെ നോട്ടം കിട്ടിയ മുരീദന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. രണ്ട് ലോകവും സലാമത്താക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.